ഒക്ടോബർ 27-നാണ് എൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഡൊമസ്റ്റിക് വയലൻസ്, അതാണ് എൻ്റെ വീട്ടിൽ നിന്ന് സംഭവിച്ചത്. വയലൻസ് ആണ് വളരെ രീതിയിൽ. ഒരിക്കലും ഒരു ഗർഭിണിയെടുത്ത് ഒരിക്കലും ആരും ചെയ്തുകൂടാത്തതാണ് എൻ്റെ വീട്ടിൽ അന്ന് നടന്നത്. മെയിൻ കണ്ണികളായിട്ടുള്ളത് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ അനിയൻ. ഇതെല്ലാം അനുഭവിച്ചത് ഞാനും മൃദുനെ. നീ പറഞ്ഞു, ഈ ഒരു ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്തു നീ പറഞ്ഞു. അച്ഛനും ഇളയ മോനും തന്ന സമ്മാനമോ രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചത് ആണ്. രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചതാ. എൻ്റെ മാലയും പൊട്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ? ഉണ്ടാക്കിയിട്ടതല്ല, നാടും മാനം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോ. ഞാനതിനെല്ലാം പ്രശ്നം എൻ്റെ പ്ലാനിങ് ആയിരുന്നു. എനിക്കറിഞ്ഞൂടെ എന്തൊക്കെ പറഞ്ഞ കൊച്ചു പിടിച്ച് കുറേ ചീത്ത പിടിച്ച് നിന്റെ കഥവും ഇവിടെ പിടിച്ചുകൊണ്ട് എന്തൊക്കെ മാറുമെന്നും പറഞ്ഞ് അവർ രണ്ടടി നിന്നെ ആരൊക്കെ അടിച്ചത്? ലീഗലി പോവാം. നിന്നെ ഈ ഗർഭിണിയായിരുന്നപ്പോൾ ആരൊക്കെ അടിച്ചത് പറ. എൻ്റെ വയറെന്ന് പറഞ്ഞാൽ പിടിച്ചിട്ട് പോലെ എത്ര ഒരു മക്കൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഞാൻ പറയുക, ഇത് കേൾക്കാൻ വേണ്ടി പറയുക, സങ്കടമുള്ളതുകൊണ്ട് പറയുക. രണ്ട് മക്കളെ ഒരേ രീതിയിൽ സ്നേഹിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ വളർത്താൻ നിൽക്കരുത്, ആദ്യമേ ഒഴിവാക്കിയേക്കണം. സീരിയസ് ആയിട്ട് അത്രയ്ക്ക് വിഷമമുണ്ട് പറയുന്നത്. ഞാൻ ഇനി വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നമ്മളിന്ന് വീഡിയോ എടുത്തോണ്ട് പ്രൊമോഷൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ അപ്പോൾ ഇതിലേക്കൂടെ പോയി ഏറ്റവും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് രണ്ടെണ്ണവും കൂടെ ഇറങ്ങി വന്ന് അടിയായി. ഞാൻ ഒറ്റയ്ക്ക് പിടിച്ച് മാറ്റാൻ അമ്മയും ശേഷം കുറേ ഇടിയിട്ട് ഇവിടെയൊക്കെ ഞാൻ തറ വീണ് എന്നെ കുറേ പറഞ്ഞിട്ട് ഇവരുടെയൊക്കെ മനസ്സിൽ ഇത്രയായിട്ടുണ്ട് ദേഷ്യമുണ്ട്. മുറും വിളിച്ചുകൊണ്ടാണ് എത്ര ചീത്ത വിളിച്ചത്. ഞാനും എൻ്റെ കുടുംബം കുളത്തോട്ട് മൂടിയെന്ന് തറയിലടിച്ച് കത്തി ചെയ്തിട്ട് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി വീടാ, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇറങ്ങിക്കോളാൻ. കുഞ്ഞുമായിട്ട് കിടക്കും 9 മാസം. ഞാൻ എനിക്ക് തൊന്നിട്ട് ഞാൻ എൻ്റെ വയറ് വളരെ വീണെടുക്കുന്ന കണ്ടിട്ട് എനിക്ക് പോലും ചെയ്യാൻ പറ്റില്ല. എന്നെ ഈ കയ്യിലും ഇവിടെ പിടിച്ചിട്ട് അടിച്ചു. വീണ്ടും വന്നടിക്കോ നമുക്ക് പോവാട്ടോ. ഇവിടെ കിട്ടുകൊണ്ടിരിക്കും നിൽക്കുന്നത് എല്ലാത്തിനും കാരണം ഞാനാ. അമ്മയും പറയും 10 മാസം മുന്നേ ഒരു കുഴപ്പമില്ലായിരുന്നു, ഞാൻ മാറ്റി എത്തിയ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും ദോഷത്തിന് ഞാൻ വരുന്നുണ്ടോ? അവൻ ചെയ്യുന്നതിനെല്ലാം ഫലം കിട്ടുന്ന എനിക്ക്. അവരെ മോനെ കയറി എന്നല്ലാണ്ട് ഇളയ മോനെ കയറുന്ന ഒരു ഗ്ലാസ് പാല് പോലും ഇട്ട് കൊടുത്തിട്ടില്ല. ചങ്കി തട്ടി പറയാം, ഇവിടെ എല്ലാ കാര്യവും നോക്കുന്നത് ഞാനാ. ഈ വീട്ടിൽ ഇല്ല, പറ്റുന്നില്ല ഇവിടെ നിൽക്കാനിക്കൊണ്ട്. ഞാൻ തിരിച്ചെന്ന് പറയാൻ ഇന്നപ്പോഴത്തേക്ക് കൊച്ചു അച്ഛനോട് എന്തൊക്കെയോ പറഞ്ഞു. എൻ്റെ തൻ്റെ ചീത്ത വിളിച്ച് എനിക്കറിഞ്ഞൂടെ അവരൊക്കെ എന്നോട് എന്തോ ചെയ്യുന്നെന്ന്. എനിക്കിനി ഇവിടെ നിൽക്കുന്നത് എന്നോട് പറഞ്ഞു നാണോ മാനോട്ട് ഇറങ്ങിപ്പോ. തറ വയറോടെ ഇരിക്കുന്നുണ്ട്. ഇനി ഒരു 5 ദിവസം പോലും ഇല്ല. എനിക്ക് വയ്യ നിന്നെ ഇവിടെ എടുത്തിട്ട് അടിക്കുന്നതാണ്. കുറേ കിട്ടിയടി ഞാൻ നോക്കിയപ്പോൾ വായി കൊടുക്ക ചോര വീഴുന്നു. കാണുന്ന പോലെ ഒന്നുമല്ല എന്നോട് വന്ന് കയറിയിട്ട് അന്നോട്ടല്ലേ എന്നോട് വിചാരിച്ച് ഞാൻ നിൽക്കുമ്പോഴെങ്കിലും ഒന്ന് അടി നിർത്തുമായിരിക്കും. എനിക്ക് ഇവിടേക്ക് ഒരു ചവിട്ട് കിട്ടി കേട്ടോ. കുഞ്ഞിനോട് പോലും ഒരു സ്നേഹമില്ലാഞ്ഞിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാൻ വെറുതെ തോന്നിട്ട് അനിയനായി പോയിട്ട് എത്ര അച്ഛനായി പോയിട്ട്
വാശിയിൽ വന്ന് കുറേ അടി അടിച്ചേട്ടാ ഏട്ടന്. അച്ഛനൂടെ നിൽക്കുന്നുണ്ട്. കുറേ അടി അടിച്ച് നിന്നെ കറങ്ങി തിരിഞ്ഞു. എനിക്ക് ആശുപത്രി പോകേണ്ട. വീട് തറയില്ലേ. ഞാൻ വന്നപ്പോൾ ഏട്ടനെ ഒറ്റപ്പെടുത്തി. ഏട്ടൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഏട്ടനെ എല്ലാവരോട് ചേർന്ന് ഒറ്റപ്പെടുത്തി. എന്ത് പറഞ്ഞാലും കാരണം ഞാനുള്ളത് കൊണ്ടാണ് ഞാൻ. എന്നാൽ പിന്നെ എന്തിനാ ഇവർ പെണ്ണ് കെട്ടിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ത് പറഞ്ഞാലും പറയാം, അവ ഒറ്റയ്ക്കില്ലേ, നീ ഒറ്റയ്ക്കല്ലല്ലോ. അതുകൊണ്ട് ഇപ്പം എന്താ, ഞാൻ എല്ലാത്തിൻ്റെ കൂടെ ഏട്ടൻ്റെ കൂടെ ഉള്ളത് അവർക്ക് കുഴപ്പം. ഏട്ടൻ എന്നെ വഴക്ക് പറയാത്തതോ ചീത്ത വിളിക്കുന്നതോ അടിക്കാത്തതോ അവരുടെ പ്രശ്നം. ഏട്ടൻ എന്നെ സ്നേഹിക്കുന്നത് അവരുടെ പ്രശ്നം. അവർക്ക് 4 പേര് മതി. അന്ന് തൊട്ട് തുടങ്ങിയത്. എവിടെ പോവും, കൊണ്ടുപോകും. പിന്നെ എന്തോ അച്ചിക്കോന്നോ പെൺകോന്നോ ഒക്കെ വിളിച്ചെനിക്ക് അറിഞ്ഞൂടെ. ഭാര്യയെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ പെണ്ണിൻ്റെ അടിമ. അവർക്ക് എന്തെങ്കിലും കുക്ക് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ അവൻ പെണ്ണിൻ്റെ അടിമ. അച്ഛൻ്റെ കാഴ്ചപ്പാടിൽ ആണെന്നുള്ളത് എപ്പോഴും മീശ പിരിച്ച് അടിമയാക്കി അച്ഛൻ വഴക്കും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ടോർച്ചർ ചെയ്തുകൊണ്ട് നടക്കുന്നതാണ് അച്ഛൻ്റെ കണ്ണിൻ്റെ ഭർത്താവ്. അവൻ എൻ്റെ ജനറേഷനല്ല, എൻ്റെ അനിയൻ്റെ കാഴ്ചപ്പാടാണ്. പെണ്ണ് പറയുന്നത് കേൾക്കരുത്. ഞാൻ അവൾക്ക് ഫുഡുണ്ടാക്കി കൊടുക്കുന്നേ, ഞാൻ അവിടെ എന്താ ചെയ്ത് കൊടുക്കുകയും അവിടെ സ്നേഹിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അടിമ. എനിക്ക് ഡൗട്ട് വേണം എന്തുകൊണ്ട് ഞാൻ കൊച്ചു ചാനലിൽ നിന്ന് പോയി. അവൻ തന്നെയാണ് മൃദുലെടുത്ത് പറഞ്ഞത്. ഫോണിൽ വിളിച്ചത് ഇനി മേല ആദ്യം ഏട്ടനെ കുറേ ചീത്ത വിളിച്ചു. എന്നിട്ട് ഇനി മേല അവനെ എന്നെ വിളിക്കരുത്, ഞാനിനി ഒന്നിനുമില്ല, ഞാനിങ്ങനെ ഗർഭിണിയായിട്ടിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നിന്നെ അവൻ വലിച്ച് കീറിയനായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. അവനിനി ഒന്നും വിളിക്കുന്നത് അവനാ. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ആദ്യം യൂട്യൂബിൻ്റെ ലിങ്കെല്ലാം മാറ്റി, നിങ്ങൾ തന്നെ കണ്ടത്, പിന്നും എല്ലാം മാറ്റി അവനാ ആദ്യം തുടങ്ങിയത്. എന്നിട്ട് പറയുന്നത് അവനെ അങ്ങ് നമ്മൾ കളഞ്ഞു എന്നുള്ള രീതിയിൽ. എന്നിൽ നിന്ന് കിട്ടാവട്ടൊക്കെ കിട്ടിയിട്ട് എൻ്റെ കൂടെ എൻ്റെ അന്യ സംസാരിച്ചു ജോലി ചെയ്ത് കൂടെ അവിടെ പോയി വെൽഡിങ്ങിൻ്റെ എന്തിൻ്റെ പണിക്ക് പോയിട്ട് എൻ്റെ അന്യനെ പിടിച്ച് കൂടെ നിർത്തിയിട്ട് അവൻ ഇത്രയും പൈസ ആക്കി കൊടുത്ത് വെളി കിടക്കുന്ന വണ്ടിയും താറും എല്ലാം അവൻ്റെ പേരിലാണ് വാങ്ങിച്ചത്. കിട്ടുന്ന മാസാമാസം കിട്ടുന്ന പൈസ അവന് തുല്യമായിട്ട് കൊടുത്തിട്ട് എൻ്റെ അനിയൻ എനിക്ക് തന്ന സമ്മാനമാണ്. അനിയനും അച്ഛനും കൂടി എല്ലാവരും കൂടി എനിക്ക് തന്ന. ഇതിൽ കൂടുതൽ ഗതി കേട്ടവനാരുള്ളപ്പാ. എന്നിട്ട് ആവശ്യം കഴിഞ്ഞപ്പോൾ ചവച്ച് തുപ്പ ഇറങ്ങിപ്പോവാൻ പറയാം. അമ്മയൊക്കെ പറഞ്ഞായിരുന്നു, നീ മൂഞ്ചോടാ, നിനക്കാരുമില്ല, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയുണ്ടെന്ന്. ഇവരോടല്ലാതെ ഞാൻ പുറത്തു പോയിട്ടില്ല ഇതുവരെ ഇവരുടെ കൂടെ അല്ലാതെ ഞാൻ ഈ വീട് വിട്ടവിടെ. നിങ്ങൾക്കറിയാം അണിയമ്മ കൊണ്ട് പോലും അവനില്ലാതെ ഞാൻ ഒരു പേഴ്സണലായിട്ട് സർജറി പോയിട്ടില്ല. ഇല്ല, എൻ്റെ വീട്ടുകാരെ കണ്ടുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് വന്നാൽ പിന്നെ ദേഷ്യവും. നിങ്ങൾക്കറിയാം ഞാൻ അങ്ങനെ വീട്ടിൽ പോയി തിന്നിട്ട് പോലുമില്ല. എന്നാലും ഞാൻ വീട്ടുകാരോട് മിണ്ടുന്നതാണ്. അവരിവിടെ വന്നാൽ ചിലപ്പോൾ മോന്ത കാണിക്കും. ചില ദിവസം അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോത്തേ മിണ്ടത്തിട്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞൂടെ. ഞാൻ വീട്ടിൽ പോലും പോയി അങ്ങനെ നിന്നിട്ടില്ല. ഈ കുടുംബമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് അവരുടെ എല്ലാവരെയും കാര്യങ്ങളും നോക്കിക്കൊടുത്തിട്ട് ലാസ്റ്റ് ഇതെല്ലാം ഞാൻ കേൾക്കണം. എനിക്കല്ല എൻ്റെ കുഞ്ഞിന് കുറേ കിട്ടി. എനിക്കിതൊക്കെ വയ്യ. അവരിറക്കി വിടവിട്ട് അവർ സെറ്റ് ചേർന്ന് നിന്നെ അടിക്കുന്നത് കാണാൻ എനിക്ക് വയ്യായിട്ട്. എൻ്റെ ഈ അവസ്ഥയിൽ എനിക്ക് അവരെല്ലാവരെയും കൂടെ പിടിച്ചു മാറ്റാനും പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ റൂമിൽ പൂട്ടി. അമ്മ പിടിച്ചോണ്ട് റൂമിലാക്കിയപ്പോൾ ഞാൻ ആ റൂം പൂട്ടിയിട്ട് ഞാൻ ഇവിടെ ഇരുന്നു. എനിക്ക് അടച്ചിട്ട് ഞാനിട്ടിരുന്നു. എന്നെ കുറേ പറഞ്ഞു, നാണമില്ല ഇവിടെ കുത്തിയിരിക്കും, ഇറങ്ങിപ്പോ. കുറേ ചീത്ത വിളിച്ചിട്ട് ഇവരോടൊക്കെ പോവാ പാക്കേജ് ചെയ്യട്ടോ. ഫുഡ് ചേട്ടാൻ വലിച്ചു കീറി. മുണ്ടെടുത്തൊരു വീഡിയോ എടുക്കുമായിരുന്നു. മുണ്ടൊന്നും ഇല്ലായിരുന്നു നിനക്ക്. ഇതൊക്കെ കണ്ടിട്ട് വിചാരിക്കില്ല ഇത്ര അവസ്ഥയിൽ എന്തിനാ വീഡിയോ എടുക്കുന്നതെന്ന്. ഇതിൻ്റെ അപ്പുറം നാടകമായിട്ട് വരും. എനിക്കറിയാം ഇതിൻ്റെ അപ്പുറം നാടകമായിട്ട് അവർ വരും. എനിക്കൊരു തെളിവ് എനിക്ക് വേറെ ഇല്ല. നിങ്ങളെല്ലാവരും പറയും ലാസ്റ്റ് വേറെ രീതിയിൽ ഇത് വേക്കാൻ. അവരൊന്നിച്ച ഒരു 3 പേര് ഒന്നിച്ച ഒരു 3 പേര് ചേർന്ന് എന്ത് വേണമെങ്കിലും പറയാം. എനിക്കറിയത്തില്ല. എൻ്റെ അവസ്ഥ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ എടുത്തത്. ഇതെനിക്ക് കണ്ടന്റ് ആക്കരുത്, എനിക്ക് എന്ന് ആക്കരുത്. അത്രയും സഹിച്ച് പോട്ടെ എന്ന് വിചാരിച്ചില്ല ഈ ഒരു സ്റ്റേജ് വരെ എത്തിയത്.
അത് കൊച്ചിനെ സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്ത് വേറെ ആരെയും സ്നേഹിക്കുന്നില്ല. ഈ ഒരു അവസ്ഥയെ പോലെ എന്നെ കെയർ ചെയ്തതിൻ്റെ 100 മടങ്ങ് അവനെ കെയർ ചെയ്യുന്നു. അവൻ എന്ത് പറഞ്ഞാലും അവനെ തിരിച്ചൊരു അക്ഷരം പറയത്തില്ല. അവൻ ഈ വീട്ടിൽ അവൻ എന്ത് പറഞ്ഞാലും അറിയത്തില്ല. അവൻ ഭയങ്കര പറ്റിക്കുക രണ്ടുപേരെ. ഞാൻ അവനടുത്ത് പറഞ്ഞു, നീ അച്ഛനും അമ്മയും പൊട്ടനായിക്കും, എന്നെ പൊട്ടനാക്കട്ടെ. പക്ഷെ ഒരു ദിവസം തിരിച്ചറിയും അത്. ഒരു ദിവസം സീരിയസ് ആയിട്ട്. ഇപ്പം അവരുടെ ആഗ്രഹം പോലെ തന്നെ സാധിച്ചില്ലേ? ഇറക്കിയിടില്ലേ, ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ? ഡ്രസ്സൊക്കെ എടുക്കാൻ വന്നപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത്. ഫോട്ടോകൾ തിരിച്ചു വെച്ചേക്കുന്നത്. അത്രയ്ക്ക് വെറുപ്പും ദേഷ്യവും. നിങ്ങൾ തന്നെ കണ്ടത് ആ ഇൻസ്റ്റാഗ്രാമിലെ ഏട്ടനും കൂടെ നിൽക്കുന്ന പിന്ന് മാറ്റി ഹൈലൈറ്റ്, നമ്മൾ 3 പേരോടുള്ള ഹൈലൈറ്റ് എല്ലാം മാറ്റി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഞാൻ നോക്കി പോകുന്നുണ്ട് ഫോട്ടോ 3 പേരോടുള്ളതും 2 പേരുള്ളത് മാത്രം വെച്ചിട്ട് 3 പേരുള്ളതും ഏട്ടൻ്റെതും അവൻ്റെതും ഒക്കെ തിരിച്ചു വെച്ചേക്കുന്നു. അത്രയ്ക്ക് ദേഷ്യം വരിക. താഴെ സെറ്റിലൊരു ചപ്പാത്തി പല ഇരിക്കുന്നു, തലയടിച്ച് പുള്ളിക്ക് എടുത്തിരിക്കുക. സംസാരിക്കാനും വയ്യ. അത്രയ്ക്ക് വെറുപ്പും ദേഷ്യം. അന്നൊരു ദിവസം വഴക്കിട്ടപ്പോഴാണ് ആ ഭിത്തിയിൽ വെച്ചിരുന്ന നിങ്ങൾ 4 പേരോടുള്ള ഫോട്ടോ അതെല്ലാം അവൻ എടുത്ത് അന്നേ അവൻ തല്ലിപ്പൊട്ടിച്ച്. അന്ന് എത്ര വട്ടം പ്രശ്നം ഉണ്ടാക്കി. അന്ന് കുടിച്ചിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കി. അതുകൊണ്ട് അച്ഛനും അമ്മയൊന്നും മിണ്ടിയില്ല. ഞാൻ ഏട്ടനെ റൂമിൽ ലോക്ക് ചെയ്തിട്ട് ഇറക്കാതെ ഞാൻ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു. കൂടെ ഓരോന്നെറിഞ്ഞു പൊട്ടിക്കും. പേടിക്കും. ഓർക്കപ്പുറത്തായതുകൊണ്ട് എങ്ങനെ ഞെട്ടി പേടിക്കുമെന്നറിയോ? ഇവിടെ വന്നിട്ടായിരിക്കും ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. അന്ന് കുടിച്ചിട്ട് വന്നിട്ട് അത്രയും കാണിച്ചത്. അവിടെ ഇരുന്ന സാധനങ്ങൾ എന്തൊക്കെയോ എടുത്തെറിഞ്ഞു. ഒരു ട്രൈപോഡ് എറിഞ്ഞു പൊട്ടിച്ച്. ഓരോ സാധനങ്ങൾ എന്തൊക്കെ എടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. കുഞ്ഞിന് വേണ്ടി പാക്ക് ചെയ്ത് വെച്ചതുണ്ട്. അല്ലാതെ നമ്മുടെ ഡ്രസ്സൊക്കെ എത്രയെന്ന് പറഞ്ഞ് എടുക്കുന്നു. 1 മണിക്കൂറായി വണ്ടി കിടക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. നമ്മൾ സ്റ്റേഷൻ്റെ മുമ്പിൽ വണ്ടി ഇട്ടിട്ട് 1 മണിക്കൂറാവുന്നു. പക്ഷേ അച്ഛനും അമ്മ എത്രയായാലും അച്ഛനും അമ്മയല്ലേ കേസ്. മനസ്സും വരുന്നില്ല. ഇത്രയൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുമ്പോൾ ആൾക്കാർ ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടെന്നാ പിന്നെ കേസ് എടുത്തില്ല? കൊടുക്കണ്ട. ഇങ്ങനെ ഇത്രയും നാൾ ഒന്നിച്ച് നിന്നിട്ട് എങ്ങനെ കൊടുക്കും? ഇതിനകത്തൊരു അവസ്ഥ ഒരു പെണ്ണിന് വന്നിട്ടുണ്ടാകത്തില്ല, ഉറപ്പാ. അതും അത്ര അടി നടന്നപ്പോ ഏട്ടൻ പറഞ്ഞു ഇപ്പൊ റൂമിൽ പൊക്കോളാൻ പറഞ്ഞപ്പോ ഏത് റൂം? ഇവിടെ ആർക്കും റൂമൊന്നുമില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോളാം. ഇന്ന് ചോദിച്ചു 7 മാസം കഴിഞ്ഞ പെണ്ണിന്റെ വീട്ടിലല്ലേ പോയി നിക്കണ്ടേ, എന്തിനാ വന്നേന്ന് ചോദിക്കുമല്ലോ. പച്ച ചീത്ത എവിടെ വിളിച്ചു? പച്ച ചീത്ത. നീ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും. നിങ്ങൾ കണ്ടല്ലോ 7 മാസം ഞാൻ പോയപ്പോ കരയുന്നത് പോലെ അഭിനയിച്ചത്. എന്നിട്ട് ഇതിപ്പോ ചോദിക്കുക 7 മാസം കഴിഞ്ഞ പെണ്ണ് അവിടെ അല്ലേ നിക്കണ്ടേ, എന്തിനാ അവളെ ഇവിടെ വന്ന്? ഞാൻ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നത്, വീഡിയോ എടുക്കാനും പ്രൊമോഷൻ എടുക്കാനും എല്ലാത്തിനും കൂടെ വന്നത്. അത് അവനൊന്നും അറിയണ്ട. എല്ലാ കാര്യങ്ങളും ഏട്ടനാ നോക്കുന്നത്. ഞങ്ങൾ എടുക്കും. നിങ്ങൾ കളിയാക്കുമല്ലോ, മൃദുല ചേച്ചി വന്ന് പ്രൊമോഷനും കൊണ്ട് വന്നെന്ന്. എന്നാൽ എല്ലാം അതിൽ നിന്ന് കിട്ടുന്നതിനെല്ലാം നേരെ പാതി അവനാ പോകുന്നത്. അവനൊന്നും അറിയണ്ട. ഇടുന്നതോ വരുന്നതോ ഒന്നും പണിയെടുക്കത്തില്ല. സീരിയസ്ലി ഒരു പണിയെടുക്കാത്ത ഒരു മടിയനാ. അത് വീട്ടിലെല്ലാവർക്കും അറിയാം, അച്ഛനും അറിയാം, അമ്മയും അറിയാം. 1 മണിക്ക് എണീക്കും ഉച്ചക്ക്. വീഡിയോ എടുക്കാൻ വിളിച്ചാൽ 1 മണിക്കൂർ കഴിഞ്ഞ്. അപ്പോഴും ഏട്ടവന് എത്രയും പെട്ടെന്ന് വീഡിയോ എടുക്കണം. അവർക്ക് സമയത്തിന് ഓരോരുത്തർ വിളിക്കുമ്പോൾ സമയത്തിന് വീഡിയോ കൊടുക്കണം. കൊച്ചു വീഡിയോ എടുക്കാൻ പാടാണ്. അവന്റെ റൂമിൽ ചെന്ന് കൊട്ടിയാലൊന്നും അവൻ കേൾക്കത്തുമില്ല, അറിയത്തുമില്ല. ഫോൺ വിളിക്കണം ചില സമയം എടുക്കണമെങ്കിൽ. വീഡിയോ എടുക്കാൻ പാന്ന് വിളിച്ചാൽ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞായിരിക്കും വരുന്നത്. അപ്പോഴും ഞങ്ങൾ ഏട്ടൻ വീട് കുഴപ്പമില്ല, വരട്ട്, ഇപ്പൊ എന്ത് ചെയ്യാനാ, വരട്ട്. ഒന്നിനും അങ്ങനെ അവനെ താങ്ങി കൊണ്ടു നടന്നിട്ടേ അവൻ എന്നെ അന്ന് വിളിച്ചു ചീത്തയും വിളിച്ചിട്ട് എന്റെ പെടുമ്പിള്ള അവൻ ചീത്ത വിളിച്ചേക്കുന്നു. മുറു എന്നും പറഞ്ഞ് പുറേ നടന്ന അവനാ. ഒരിക്കലും മറക്കത്തില്ല ഞാൻ. വീഡിയോയില് കാണുന്ന പോലൊന്നും അല്ല പറയാതിരിക്കുന്നത്. ഇപ്പം പുറമെ ഒരാള് പറയും, ഇങ്ങനെ പറയും, ആ പെണ്ണ് വന്ന് കയറി ആ കുടുംബം അങ്ങ് നാശമാക്കി. പക്ഷെ അതിന് പിന്നില് എന്തോന്ന് ആർക്കും അറിയത്തില്ല. അവര് വഴക്കിടുന്ന ആരുടെ കയ്യിലാണോ തെറ്റെന്ന് പോലും അറിയത്തില്ല. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർ തന്നെ വിചാരിക്കും അവർ ഇതിനു മുമ്പ് ഹാപ്പി ആയിരുന്നു, ഒരു പെണ്ണ് വന്ന് കയറി അതങ്ങ് നശിച്ചു. അപ്പം ആ പഴി മൊത്തം വരുന്നത് പെണ്ണിന്റെ സംഭവം. അതെ, പറയുന്നവരതേ പറയൂ. കാരണം വേറെ ആരും ചെയ്ത തെറ്റൊന്നും അവിടെ ആർക്കും ഒരു ഇതല്ല. അത് നമ്മുടെ സൊസൈറ്റി അങ്ങനെ. ഏട്ടനിങ്ങനെ കുറെ അടിക്കുന്നത് കണ്ട് വായിക്കൂടെ ചോര വരുന്ന എല്ലാം കണ്ടു കഴിഞ്ഞ് എനിക്ക് എന്ത് സുഖം കിട്ടാനോ? ഇവരൊക്കെ എന്തൊക്കെ പറയുന്നത് പോലെ എനിക്ക് അറിയാൻ വയ്യ.
അച്ഛനും അടിച്ചു, കൊറേ അടിച്ചു അച്ഛൻ. അച്ഛൻ ഒരു സൈഡിൽ നിന്ന് അവ ഒരു സൈഡിൽ നിന്ന് പിടിച്ചു വെച്ചു കൊടുക്കുന്നു. നിങ്ങൾ പറയാം ഇത്രയും നാളായിട്ട് ഇതൊക്കെ എന്റെ ഒക്കെ വീഡിയോയിൽ പറയാൻ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കുടുംബമാണല്ലോ, എല്ലാത്തിലും കാണിച്ചതാണല്ലോ. വേണ്ട പ്രശ്നങ്ങൾ വേണ്ട, ഒന്നും വേണ്ട. കുടുംബമല്ലേ, കുടുംബമാകുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണും. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണ്ടേ. എത്രയായാലും ജനറേഷൻ ഗ്യാപ്പൊക്കെ എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള സംഭവം തന്നെ. അതൊക്കെ അച്ഛനല്ലേ അമ്മയല്ലേ ഇതൊക്കെ അല്ലെങ്കിൽ അനിയനല്ലേ എന്നൊക്കെ വിചാരിച്ച് ക്ഷമിച്ച് സത്യം പറഞ്ഞാൽ ക്ഷമയുടെ നെല്ലിപ്പല കണ്ട് ഇനി ഇത് കൂടുതൽ പറ്റത്തില്ല. അല്ലേ, എനിക്ക് എൻ്റെ കുടുംബത്തിന് എത്ര എന്നൊക്കെ പറഞ്ഞാലും കുടുംബം എന്നുള്ളത് വരും ഗൈസ്. ഞാൻ അങ്ങനെ ജീവിച്ചോണ്ടാണ്. എനിക്ക് എത്രയായാലും അങ്ങനെ അവരിനി എന്തൊക്കെ ചെയ്താലും അച്ഛനമ്മ എന്നുള്ള ഇതൊക്കെ എനിക്ക് വരും, സീരിയസ് ആയിട്ടും വരും. അതുകൊണ്ട് ഈ വീഡിയോ തന്നെ നമ്മൾ അവ ഇട്ടാൽ മാത്രമേ ഞാൻ ഇതിടൂ. എനിക്കെതിരെ എന്നവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ. കാരണം അവന് പറയാൻ പോയിട്ട് ഉച്ചരിക്കാനുള്ള യോഗ്യത അവനില്ല. ഒരു സ്ത്രീയെ എങ്ങനെയൊക്കെ അപമാനിക്കാമോ അങ്ങനെയൊക്കെ അപമാനിച്ച് ഒരു സ്ത്രീകളെടുത്ത് യാതൊരുവിധ, അതിന്റെ അമ്മയെടുത്ത് ആയിക്കോട്ടെ, ഒരു ബഹുമാനം ഇല്ലാത്ത എന്തൊക്കെ പറയുന്നറിയോ. അവയില്ലെങ്കിൽ വീഡിയോകളൊന്നും ആരും കാണത്തില്ല. അഹങ്കാരം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അവ എന്ത് പറഞ്ഞാലും ഏട്ടൻ ചിരിച്ചുകൊണ്ട് കേട്ടോണ്ടിരിക്കുന്ന അല്ലാതെ മറുത്തൊരു വാക്ക് പറയത്തില്ല.